മാവൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട 33 ഗ്രാം ബ്രൌൺ ഷുഗറും 201 മയക്കുഗുളികളുമായി പശ്ചിമബംഗാൾ സ്വദേശിയെ കുന്നമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ എം കെ ഗിരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി. പശ്ചിമബംഗാളിൽ നിന്നും ട്രെയിനിൽ എത്തിക്കുന്ന മയക്കുമരുന്നുകൾ മാവൂർ മേഖലയിൽ വിൽപ്പന നടത്തുകയാണ് പതിവെന്ന് പ്രതി എക്സൈസിന് മൊഴി നൽകി. മാവൂർ മേഖലയിൽ മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും വ്യാപകമാവുകയാണെന്ന വിവരത്തെ തുടർന്ന് ബാലുശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടർ എം കെ ഗിരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തത്. പശ്ചിമബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിലെ ജലോങ്കി സ്വദേശി അബ്ദുൽ കലാം മണ്ഡലിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പ്ലാസ്റ്റിക് കവറുകളിൽ സൂക്ഷിച്ച 33 ഗ്രാം ബ്രൌൺ ഷുഗറും 201 ആംഫെറ്റമിൻ ക്യാപ്സ്യൂളുകളും എക്സൈസ് സംഘം പിടിച്ചെടുത്തു. 5 ലക്ഷത്തോളം വില വരുന്ന മയക്കുമരുന്നുകളാണ് പിടികൂടിയത്. പശ്ചിമബംഗാളിൽ നിന്നാണ് മയക്കുമരുന്നുകൾ ലഭിക്കുന്നതെന്ന് ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. മറ്റൊരാൾ ട്രെയിനിൽ എത്തിച്ചു നൽകുന്ന മയക്കുമരുന്നുകൾ വിൽപ്പന നടത്തുന്നയാളാണ് പിടിയിലായത്. ഇയാളുടെ എടവണ്ണപ്പാറയിലെ താമസ സ്ഥലത്തും എക്സൈസ് സംഘം പരിശോധന നടത്തി. മാവൂർ മേഖലയിലാണ് അബ്ദുൽ കലാം മണ്ഡൽ മയക്കുമരുന്നുകൾ വിൽപ്പന നടത്തുന്നത്. മറ്റു പ്രദേശങ്ങളിലെ വിൽപ്പനക്കാരെക്കുറിച്ചും എക്സൈസ് സംഘം അന്വേഷിക്കുന്നുണ്ട്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ യു കെ അബ്ദുറഹ്മാൻ, പ്രിവന്റീവ് ഓഫീസർ പി കെ ഹരീഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ദീപേഷ്, വിപിൻ, സന്തോഷ് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് മയക്കുമരുന്ന് വേട്ട നടത്തിയത്. പ്രതിയെ ഞായറാഴ്ച കുന്നമംഗലം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ടീം വിഷൻ ന്യൂസ്, താമരശ്ശേരി. ശാന്തി ഹോസ്പിറ്റൽ, ഓമശ്ശേരി, കോഴിക്കോട്. ഇപ്പോൾ കണ്ണാശുപത്രിയും.